cases and when serving officer not presented. ഇപ്പൊ സെർവിങ് ഓഫീസർ വന്നില്ല എന്ന് പറഞ്ഞാൽ ആമീൻ വന്നില്ല, അല്ലെങ്കിൽ പോലീസ് വന്നില്ല എങ്കിൽ സമൻസ് സെർവ് ചെയ്തു എന്ന് എങ്ങനെ തെളിയിക്കും? When summons issued by a court is served outside its local jurisdiction. ഒരു കോടതിക്ക് ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അതിന്റെ പുറത്താണ് സമൻസ് പോയതെങ്കിൽ, and in case where the officer who has served summons is not present at the time of hearing the case. കേസ് വിളിച്ച സമയത്ത് സമൻസ് സെർവ് ചെയ്ത പോലീസ് ഓഫീസർ ഹാജരില്ല, ആ കോടതിയുടെ പരിധിക്കകത്തല്ല സമൻസ് സെർവ് ചെയ്തതെങ്കിൽ, ഹിയറിംഗ് ദ കേസ് an affidavit or propounding to made before the magistrate. സെർവ് ചെയ്ത ഓഫീസർക്ക് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാം. അഫിഡവിറ്റ് വിത്ത് പെറ്റീഷനോ വിത്തൗട്ട് പെറ്റീഷനോ ഫയൽ ചെയ്യും. That summons has been served and duplicate of summon purporting to be endorsed in the manner provided by section 64 to 66. 64 മുതൽ 66 വരെ ഉള്ള മാനർ അനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് സെർവ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഹാജരാക്കിയിട്ടുണ്ട്. ബൈ ദ പേഴ്സൺ ഹൂ ഇറ്റ് ഈസ് ഡെലിവേർഡ് or rendered it with whom it is left. ഒരു ശരിക്കും പറഞ്ഞാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കായിരിക്കും സമൻസ് അഡ്രസ് ചെയ്യും. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അവിടെ പോകത്തില്ല. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അവിടെ ഏറ്റവും ഒരു ജൂനിയർ പോലീസുകാരനെ ഏൽപ്പിക്കും. ജൂനിയർ പോലീസുകാരനായിരിക്കും എന്ത് ചെയ്യുന്നത്, സമൻസ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. എങ്ങനാ റെൻഡേഡ് എന്ന് പറഞ്ഞാൽ ആരെ ഏൽപ്പിച്ചു, ഓർ വിത്ത് ഹൂം ഇറ്റ് ഈസ് ലെഫ്റ്റ്, ആർക്കാണോ അത് കൈമാറിയത്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നല്ല, കൈമാറിയെന്ന അവിടുത്തെ. ഷാൽ ബി അഡ്മിസിബിൾ ഇൻ എവിഡൻസ്, അത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഒരു അഫിഡവിറ്റും ഫയൽ ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റും ഹാജരാക്കിയാൽ ഷാൽ ബി, മേ ബി അല്ല, ഷാൽ ബി. വളരെ ശ്രദ്ധിക്കണം. ഷാൽ ബി അഡ്മിസിബിൾ എവിഡൻസ് ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് therein ഷാൽ deemed to be correct unless until contrary is true. എനിക്ക് സമൻസ് കിട്ടിയില്ല എന്ന് തെളിയിക്കുന്നത് വരെ ആ അഫിഡവിറ്റും പെറ്റീഷനും എന്താണ്, വാലിഡ് ഡോക്യുമെന്റ് ആണ്. ഇറ്റ് ഈസ് എ പ്രൂഫ്. അടുത്തത്, അഫിഡവിറ്റ് മെൻഷൻ ഇൻ സെക്ഷൻ മേ ബി അറ്റാച്ച്ഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് സമൻസ് ആൻഡ് റിട്ടേൺ ഇൻ ദ കോർട്ട്. അപ്പൊ അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ കഷ്ണം പേപ്പറിലല്ല, അഫിഡവിറ്റും ഡ്യൂപ്ലിക്കേറ്റിൽ ചെയ്യണം. രണ്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 2 കോപ്പി വേണം. ഓൾ സമൻസ് സർവ്ഡ് ത്രൂ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അണ്ടർ 64 to 71 shall be considered as duly served to copy. അഫിഡവിറ്റ് കോടതിയിൽ ഫയൽ ചെയ്യണം, 2 കോപ്പി. തിരിച്ചില്ല. അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ കോടതി മാത്രമേ ഉള്ളൂ, കക്ഷിക്ക് അഫിഡവിറ്റ് കൊടുക്കത്തില്ല. അപ്പൊ സമൻസ് സെർവ് ചെയ്തു എന്ന് പറയുന്ന ഒരെണ്ണം ഫയലിലും ഒരെണ്ണം റെക്കോർഡിലും, അതാണ് ഡ്യൂപ്ലിക്കേറ്റ്. അഫിഡവിറ്റ് അതെ. All summons served through electronic communication under section 64 to 71 shall be considered as duly served, and a copy of such electronic summons shall be attested and kept in the proof of serving summons. ഒരു കോപ്പി അറ്റസ്റ്റ് ചെയ്ത് എവിടെ സൂക്ഷിക്കണം, റെക്കോർഡിൽ സൂക്ഷിക്കണം. മനസ്സിലായോ? യെസ് സർ.